പ്രൈസ് ലോർഡ്. ബൈബിൾ ചരിത്രങ്ങളിലൂടെ എസ്തേർ, അങ്ങനെ മൊർദെഖായും യഹൂദ ജനതയും രാജ്ഞി അന്തഃപുരത്തിലെ തോഴിമാരത്ത് 3 ദിവസം രാത്രിയും പകലും ഉപവസിച്ചുകൊണ്ട് ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. ദൈവമേ, യഹൂദ ജനതയെ രക്ഷിക്കണമേ. യഹൂദ ജനതയ്ക്കെതിരെ നിൽക്കുന്ന ഹാമാനെ വെറുക്കുന്നതിന് വേണ്ടിയിട്ട് രാജാവിൻ്റെ മനം മാറ്റണമേ. രാജാവിനെ ഞങ്ങൾക്ക് സ്വന്തമാക്കണമേ. രാജാവ് കൽപ്പിച്ചാൽ യഹൂദ ജനത തീർന്നു. അതൊരിക്കലും പാടില്ല. കൂടാതെ നിയമമനുസരിച്ച് രാജാവ് വിളിക്കാതെ രാജസന്നിധിയിലേക്ക് കടക്കുവാൻ പാടില്ല. ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ നിയമം തെറ്റിച്ചേ മതിയാവൂ. രാജസന്നിധിയിലേക്ക് അനുവാദമില്ലാതെ എനിക്ക് കയറണം. എനിക്ക് ധൈര്യപൂർവ്വം പറയണം. എങ്കിൽ മാത്രമേ യഹൂദ ജനത രക്ഷിക്കപ്പെടുകയുള്ളൂ. അതിനായിട്ട് ഞങ്ങൾക്ക് ശക്തി തരണമേ. എനിക്ക് വാക്ചാതുര്യം തരണമേ. രാജാവിനെ ധൈര്യത്തോടുകൂടി ഭയം കൂടാതെ രാജാവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന എല്ലാ ശക്തിയും എനിക്ക് നൽകണമേ. 3 ദിവസം ചാണകത്താലും നിറഞ്ഞ് വസ്ത്രങ്ങളെല്ലാം ചാക്ക് പോലത്തെ കീറിയത് ഇട്ടുകൊണ്ടാണ് രാജ്ഞി പ്രാർത്ഥന ചൊല്ലിയത്. 3 ദിവസം രാവും പകലും. 3-ാം ദിവസം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തോഴിയും രാജ്ഞിയും കുളിച്ച് ഡ്രസ്സ് മാറി രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങളെല്ലാം പൂശി രാജകൊട്ടാരത്തിലേക്ക് രാജസന്നിധിയിലേക്ക് അനുവാദമില്ലാതെ പ്രവേശിക്കുകയാണ്. രാജാവ് ചെങ്കോൽ ഉയർത്തിയില്ലെങ്കിൽ വധശിക്ഷ ഉറപ്പ്. രണ്ടും കൽപ്പിച്ച് യഹൂദ ജനതയ്ക്ക് വേണ്ടിയിട്ട് എസ്തേർ രാജ്ഞി കടന്നു ചെന്നു രാജസന്നിധിയിലേക്ക്. അങ്കണത്തിലെത്തിയപ്പോൾ തന്നെ രാജാവ് രാജ്ഞിയെ കണ്ടു. രാജാവ് കണ്ട ഉടനെ ചെങ്കോൽ ഉയർത്തി. എങ്കിലും രാജ്ഞിക്ക് ഭയമുണ്ടായിരുന്നു. പതുക്കെ ചെന്നു. രാജാവിൻ്റെ ഉഗ്രകോപത്തോടുള്ള നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ എസ്തേർ രാജ്ഞി തോഴിയുടെ അടുക്കലേക്ക് മുഖലസ്യപ്പെട്ട് വീഴുകയാണുണ്ടായത്. രാജാവ് ചാടി എഴുന്നേറ്റിട്ട് എസ്തേറിനെ താങ്ങിയിട്ട് തലോടിക്കൊണ്ട് പറഞ്ഞു, എന്തു പറ്റി എസ്തേർ? എന്തു പറ്റി നിനക്ക്? ഞാനുണ്ടല്ലോ, ഞാനുണ്ട്. ഞാൻ എൻ്റെ പ്രജകളെക്കെതിരെ നിൽക്കുകയുള്ളൂ, ഒരിക്കലും നിനക്കെതിരെ നിൽക്കില്ല. എന്തെങ്കിലും ഞാൻ നിയമം പ്രജകൾക്കേ ബാധകമാവുകയുള്ളൂ, നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ചെങ്കോൽ